എനിക്കൊരു കൗതുകമുള്ള ഒരു സെഷനാണ്. ഈ കൗതുകം ശരിക്കും പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും പരിചയപ്പെട്ട കാലം മുതൽ എൻ്റെ ഒപ്പം ഉള്ളതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈ വെന്യൂവിൽ ഏറ്റവും അസൂയുള്ള ഇവർ രണ്ടുപേരോടാണ്. വരയ്ക്കുന്ന ആളുകൾ എന്നുള്ള നീ നോക്കുമ്പോൾ പല തലത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് ഇവർ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെന്യൂവിൽ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും അവരിൽ നിന്ന് രണ്ടുപേർ എന്നുള്ള രീതിയിൽ സജീവേട്ടനെയും അതുപോലെ രതീഷിനെയും വേദിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഈ വെന്യൂവിൽ വന്ന ആളുകൾക്ക് നമുക്കറിയാൻ പറ്റും. വരച്ചിട്ടുള്ള ഇവരുടെ കാരിക്കേച്ചറുകളായി മാറിയിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള വരകളാണ്. സജീവേട്ടൻ്റെ വേഗതയാണെങ്കിൽ രതീഷിൻ്റെ വേഗതയോടൊപ്പം തന്നെ ഒരു ഈ പുതിയ കാലത്തിൻ്റെ ടെക്നോളജിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വേഗത, അത് മറ്റൊരു വേഗത. അങ്ങനെ രണ്ട് വേഗതയുടെ രണ്ട് ആളുകളാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ച് പോകാം. അവരുടെ ജീവിതം ഈ വഴിയിലേക്ക് തിരിഞ്ഞ് ഈ വരയുടെ ഒരു വഴിയിലേക്ക് അവരെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള ഒരു അന്വേഷണം ആദ്യം നടത്തിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ സജീവേട്ടൻ്റെ ഇൻകം ടാക്സിലായിരുന്നു ജോലി. ജോയിൻറ്റ് കമ്മീഷണറായിരുന്നു. ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വരയ്ക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും വരയ്ക്കുന്നുണ്ട്. നമ്മുടെ സങ്കല്പത്തിൽ ഒരു എന്താ പറയുക, ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കെട്ടും മട്ടും അദ്ദേഹത്തിനില്ല. ഒരു ഇൻ ചെയ്ത് ഷൂസ് ഇട്ട് ഭയങ്കര ടിപ്പ് ടോപ്പിൽ പോകുന്ന ഒരു രൂപമാണ് നമ്മൾ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ ED-കാർ അല്ലെങ്കിൽ വിജിലൻസ് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ നമ്മളുടെ മനസ്സിലുള്ളത്. ഇത് വ്യത്യസ്തനായൊരു രൂപത്തിലാണ് ഉള്ളത്. അപ്പം അതുപോലെയുള്ള പല വ്യത്യസ്തതകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വര എവിടെ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ വരയോട് ഒരു തോന്നൽ, ഒരു അടുപ്പം, ഒരു പ്രേമം അതെവിടെയാണ്? കൗമാരത്തിലല്ല, തീർച്ചയായിട്ടും കുട്ടിക്കാലത്തായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമസ്കാരം, എൻ്റെ പേര് സജീവ് ബാലകൃഷ്ണൻ. കഴിഞ്ഞ എനിക്ക് 10-20 കൊല്ലമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ കാർട്ടൂണിസ്റ്റ് ഞാനാണ്. അതായിരുന്നു എൻ്റെ ഒറിജിനൽ റെക്കോർഡ്. ആ റെക്കോർഡ് ഇപ്പോഴും ആരും ഭേദിച്ചിട്ടില്ല. വരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ വരയ്ക്കുന്ന പോലെ ധാരാളം കുട്ടിക്കാലത്ത് തന്നെ വരച്ച് പ്രശസ്തിയിലേക്ക് കുതിക്കുക എന്നുള്ളൊരു നടപടിയൊന്നും അന്ന് അക്കാലങ്ങളിൽ 70s ഉണ്ടായിരുന്നില്ല. ഞാൻ 63 പ്രോഡക്റ്റാണ്, 60 വയസ്സായി, സീനിയർ സിറ്റിസനാണ്. അപ്പോൾ 70കളുടെ തുടക്കത്തിൽ വല്ലപ്പോഴേക്കേ വരച്ചിട്ടുള്ളൂ. ഞാൻ പ്രൈമറി സ്കൂൾ 4ാം ക്ലാസ്സിനൊക്കെ ഞാൻ വരച്ചിട്ടുള്ള ഒരു പക്ഷേ 10 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവുമായിരിക്കും. അതൊക്കെ അത്രേ ഓർമ്മയുള്ളൂ. എൻ്റെ ആദ്യത്തെ ചിത്രം എനിക്ക് വരച്ചു തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ അമ്മ തന്നെയാണ്. പഴയ കുരുവി നോട്ട്ബുക്കിൻ്റെ പുറകിലെ കുരുവിയുടെ പടം അമ്മ ഒരു ദിവസം വളരെയധികം നിർബന്ധത്തിന് വഴങ്ങി അമ്മ ഒരു ദിവസം ട്രേസിങ് പേപ്പർ വെച്ച് വരച്ചതെന്നാണ് എന്നെ ആദ്യം അത്ഭുതപ്പെടുത്തിയത്. അതിനുശേഷം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശന്തനുഷ് ചിത്ര വിദ്യാലയത്ത് ചെന്നൈയിലുള്ള അവിടെ ഒരു പോസ്റ്റൽ കോഴ്സിൽ അച്ഛനെന്നെ ചേർത്തു 6 മാസത്തെ. അപ്പം അന്നത്തെ വീട്ടിൽ എൻ്റെ പഴയ വീടാണ്. അപ്പോൾ ആ വീട്ടിൽ വലിയ ചുമരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കരികൊണ്ട് വരയ്ക്കാനായിട്ട് എന്നെ അച്ഛനെ പ്രേരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അച്ഛനാണ്, ഒരു ഡിഫറെൻ്റ് അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ളൊരു കൗതുകം വളർത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ചാലക്കുടിക്ക് അടുത്ത് പരിയാരം എന്ന് പറയുന്ന നാട്ടിൻ പ്രദേശത്ത് അച്ഛൻ്റെ കൂടെ വൈകുന്നേരം ദിവസം നടക്കുമായിരുന്നു. ആ സമയത്ത് ധാരാളം വഴിയിൽ പോകുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചു തരും എൻ്റെ അച്ഛൻ. എന്നിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് പറഞ്ഞു തരും. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുനിവ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്താ പറയുക വിശപ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ പ്രോബ്ലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപമാനം വന്നിട്ടുണ്ടാവുമായിരിക്കും, തല ഉയർത്തി നാട്ടുകാരെ നോക്കാൻ പറ്റാത്ത രീതിയിലൊരു അപമാനം വന്നതായിരിക്കും. ഇങ്ങനെ ഒരു സാധ്യതകൾ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അയാളുടെ ബോഡിയിൽ അയാൾ അനുവർത്തിക്കുന്ന അയാളുടെ പൊസിഷനിങ്ങിൽ ഒരുപക്ഷെ മറ്റ് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടാവും എന്നുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് തരാൻ ശ്രമിച്ചിട്ടുള്ള അച്ഛനാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് അച്ഛൻ്റെ കൂടെ നടന്ന വലിയൊരു ഭാഗ്യമായി. അതുപോലെ തന്നെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ വേറൊരു ഇൻസ്പിറേഷൻ. അമ്മ ആണ് എൻ്റെ ഇപ്പോഴും അമ്മ 91ാം വയസ്സിലാണ് മരിച്ചത്. അമ്മ ധാരാളം വായിക്കുമായിരുന്നു. ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു, 47-ലെ ഗ്രാജുവേറ്റാണ്. അപ്പോൾ അമ്മ ഞാൻ എന്ത് വരച്ചാലും അമ്മ ചിരിക്കും. അപ്പോൾ അതിൽ ഫലിതമൊന്നും വേണമെന്നില്ല, മോനാണല്ലോ വരച്ചത് എന്നുള്ളൊരു ഔദാര്യം കൊണ്ടായിരിക്കാം ഭയങ്കര ചിരിയാണ്. അപ്പോൾ ഈ രണ്ടുപേരും എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ പൊതുവെ സംസാരം ഭയങ്കര സ്പീഡാണ്. ഇപ്പോൾ വളരെ സ്പീഡ് കുറച്ചിട്ടാണ് 4-1 സ്പീഡിലാണ് സംസാരിക്കുന്നത്. എൻ്റെ സ്പീഡ് ഭയങ്കരമാണ്. വരെയും അതുപോലെ സ്പീഡായിപ്പോയി. അപ്പോൾ നമ്മൾ സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഭയങ്കര സ്പീഡാണല്ലോ. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രതീഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രതീഷിനെ പെർഫെക്ഷനിസ്റ്റാണ്. എൻ്റെ വരയിൽ ഭയങ്കര തെറ്റാണ്. എൻ്റെ ഓരോ വരയെടുത്ത് നോക്കുകയാണെങ്കിൽ തെറ്റുകളുടെ ഒരു ഭയങ്കര ബഹള. അപ്പോൾ എനിക്കത് പക്ഷേ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ കാരണം കൂടുതൽ ആൾക്കാരെ വരയ്ക്കാമല്ലോ. എൻ്റെ ഒരു സങ്കല്പം അതായിരുന്നു, നമ്മൾ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ വരയ്ക്കാം ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ തെറ്റ്. അപ്പോൾ തെറ്റുകളുണ്ടാവും. നമ്മൾ എൻ്റെ കാരിക്കേച്ചർ കൊണ്ടുപോയിട്ടുള്ള എല്ലാ ആൾക്കാരും ധാരാളം തെറ്റുകളുള്ള സെൽഫ് കാരിക്കേച്ചറാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇത്രയാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ല, രതീഷിൻ്റെ ഈ വരയുടെ തുടക്കം ഈ ബാല്യത്തിൽ. നമസ്കാരം, ഞാൻ രതീഷ് രവി, കൊച്ചി സ്വദേശിയാണ്. ഞാൻ നമ്മൾ എഴുതി പഠിക്കുന്നതിന് മുമ്പ് വരച്ച പഠിച്ചത്. അത് ഏകദേശം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ വര തുടങ്ങിയെന്നാണ് എൻ്റെ പാരൻസ് പറയുന്നത്. അതായത് എൻ്റെ ഓർമ്മയിൽ നിന്നല്ല, എൻ്റെ ഓർമ്മയിൽ വരയ്ക്കുന്ന ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട് ഒരു റെയിൽവേയുടെ അടുത്താണ്, റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ്. അപ്പോൾ നിരന്തരം ആദ്യം ഞാൻ കാണുന്ന വാഹനം തന്നെ ട്രെയിനാണ്. എന്താ പറയുക, നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കാറിൽ കയറുന്നതിന് മുമ്പ് കാണുന്ന ഒരേ ഒരു വാഹനം ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം വരച്ചുണ്ടാക്കിയത് തന്നെ ട്രെയിൻ തന്നെ. അത് വരയ്ക്കുന്നത് പേപ്പറിലോ മറ്റോ അല്ല, നമ്മൾ സാധാരണ ഇതിൽ മുറ്റത്ത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നണത് 3 വയസ്സോ 2.5 വയസ്സോ ഇതിൻ്റെ ഇടയിലാണ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്രെയിൻ വീടിൻ്റെ മുറ്റത്തുനിന്ന് വരച്ചു. അത് ഡീറ്റെയിലൊന്നുമില്ല, നമ്മളൊരു ബോക്സ് വരച്ചിട്ട് 2 ചക്രം വരയ്ക്കുക, അടുത്തൊരു ബോക്സ് വരയ്ക്കുക, അത് തമ്മിൽ കണക്ട് ചെയ്യുക, അതിനൊരു 2 ചക്രം വരയ്ക്കുക, അങ്ങനെ വരച്ച് വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തുനിന്ന് വരച്ച് ട്രെയിൻ നേരെ പുറകിൽ വരെ എത്തി വീടിൻ്റെ. കാരണം ട്രെയിനിന് അങ്ങനെ പ്രത്യേകിച്ചൊരു നീളത്തിന് നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വരച്ചു പോയി. വരയ്ക്കുന്നത് കൈ കൊണ്ടാണ്, വിരലുകൊണ്ടാണ്. നമ്മൾ സാധാരണ മണ്ണിൽ ഇങ്ങനെ ഒരു എഴുതുന്ന പോലെ. അപ്പം അങ്ങനെ വരച്ച് പിന്നെ പിന്നിലെത്തിയപ്പോഴാണ് അമ്മ എന്നെ കണ്ടത്. എന്നുവെച്ചാൽ മണ്ണിൽ നിന്ന് വരയ്ക്കണം കണ്ടിട്ട് വന്ന് കൈ നോക്കിയപ്പോൾ കയ്യിലൊരല്പം തൊലി പോയിട്ടുണ്ട്, കുറച്ച് ചോരയും പൊടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വരയ്ക്കുന്നതിന് ഇൻട്രസ്റ്റിൽ ഞാനത് അറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം കുട്ടികളാകുമ്പോൾ നമുക്ക് ഈ വരയ്ക്കുമ്പോൾ ഈ കൈ പൊട്ടുന്ന കാര്യത്തിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. പിന്നീട് ആ ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്ന് കൂടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ LKG ചേരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഡിക്റ്റേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വാക്കുകൾ പറഞ്ഞ് എഴുതേണ്ട സ്ഥലത്ത് ഞാനൊരിക്കൽ ഒരു പട്ടിയെ ഒരു ചങ്ങലയ്ക്ക് പൂട്ടിയ ഒരു മരത്തിൽ ഇട്ടിരിക്കുന്ന വരച്ചിരുന്നു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ അമ്മ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നപ്പോൾ ടീച്ചർ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ സ്ലേറ്റിൽ ഡിക്റ്റേഷൻ എടുക്കുന്ന സമയത്ത് ഈ കുട്ടി എഴുതുന്ന ഇങ്ങനെ പട്ടീനെ വരച്ച് കാണിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ടീച്ചറിൻ്റെ മുന്നിൽ വെച്ച് അമ്മ എന്നെ വഴക്ക് പറയാൻ ശ്രമിച്ചു. ഈ കഥയൊക്കെ അമ്മ എന്നോട് പറയുന്ന, വഴക്ക് പറയാൻ ശ്രമിച്ചപ്പോൾ ടീച്ചറാണ് അത് ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ ചെയ്യരുത്, ഡിക്റ്റേഷൻ ചെയ്യാത്തത് കുഴപ്പമില്ല, വരച്ചിട്ടുണ്ട്, നന്നായി വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടുകാരോട് ഇത് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഞാൻ ആ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വര പഠിക്കാനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അത് കൊച്ചിയിലാണ്. അവിടെ മുതലാണ് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കരിയർ എന്ന് പറഞ്ഞാൽ കാർട്ടൂണിനോടൊരിഷ്ടം പിന്നീട് ഇടയ്ക്ക് കയറി വന്നതാണ്. അത് നമ്മൾ അന്ന് കിട്ടുന്ന കോമിക് പുസ്തകങ്ങൾ, വിദേശ പുസ്തകങ്ങൾ, അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് വരയ്ക്കുക, നോക്കി വരയ്ക്കുക, മറ്റു കാരിക്കേച്ചറുകൾ വരച്ചിട്ടുള്ള നോക്കി വരയ്ക്കുക. അങ്ങനെ വരച്ചിട്ടുള്ളൊരു പല വിദേശ കാർട്ടൂണിസ്റ്റുകളുടെയും വർക്കുകൾ നോക്കി വരച്ചാണ് എനിക്ക് കാരിക്കേച്ചറിനോട് താല്പര്യം. പിന്നീട് ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് സുഹൃത്തുക്കളെ വരയ്ക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ പരസ്പരം വരയ്ക്കുകയും അപ്പോൾ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. നേരത്തെ നമ്മൾ സെലിബ്രിറ്റീസിനെ മാത്രം നോക്കി വരയ്ക്കലായിരുന്നു. പിന്നീട് സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത് കിട്ടുന്ന ആൾക്കാരെയൊക്കെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കോളേജുകളിൽ വരച്ച് ആ ഒരു 2003 ടൈമിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ലൈവ് കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ വർക്കായിട്ട് ഏറ്റെടുത്തത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ ചുരുക്കം ചില ആൾക്കാരെ ഈ ലൈവ് കാരിക്കേച്ചർ തന്നെ ഈ കേരളത്തിൽ തുടങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഈവൻറ്റുകളിലൊക്കെ പോയിട്ട് വരയ്ക്കുന്ന ഒരു അവസരങ്ങൾ അന്ന് കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് വരയ്ക്കൊരു കുറേയും കൂടി ഒരു പെർഫെക്ഷനൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടന്നത്.
അത് പിന്നീട് പതുക്കെ രാഗി മിനുക്കി പിന്നെ അത് ഡിജിറ്റൽ ഡിവൈസുകളിലേക്കൊക്കെ മാറി അവസാനം ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ അത് സ്റ്റെബിലിറ്റി ഇല്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വരച്ച എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ മുന്നിൽ സബ്ജക്റ്റ് ആണെങ്കിലും എനിക്കത് നിങ്ങളൊരു പഠന വസ്തുവാണ് പലരും. അപ്പം അങ്ങനെ വരച്ചു പോകുന്നതാണ്. എന്താ പറയുക, ഇപ്പോൾ കാരിക്കേച്ചർ മാത്രമല്ല, കോമിക്സുകളും കോമിക് സ്ട്രിപ്പുകളും ഇതേ രൂപത്തിൽ തന്നെ പരുവപ്പെട്ട് കയറി വന്നതാണ്. വര എങ്ങനെ വരുന്നു എന്നുള്ളൊരു സബ്ജക്റ്റിൻ്റെ കൂടെ അതിൽ ചേർന്ന് വരുന്നതാണ് നിരീക്ഷണം എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ അത് കാർട്ടൂണിസ്റ്റുകൾക്കും എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ ഇലക്ഷൻ വരാൻ പോവുകയാണ്, രാഷ്ട്രീയക്കാർ നിരീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ്, എങ്ങനെ വോട്ട് കിട്ടും എന്നുള്ളത് അവരുടെ നിരീക്ഷണമാണ്. അത് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു അതൊക്കെ നോക്കിയിട്ടാണ് അവരൊരു നിലപാട് പോലും എടുക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന സമകാലീന സംഭവങ്ങളൊക്കെ. അതുപോലെ കാരിക്കേച്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ നിരീക്ഷണമല്ല, അവർ വ്യക്തികളെ നോക്കിക്കാണുന്നത്. അപ്പം അതൊരു കണ്ണ് സാധകമാണ്. അതിപ്പോൾ ഇന്ന് രാവിലെ സജീവേട്ടനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ കഥകളിയിൽ കണ്ണ് സാധകം അല്ലെങ്കിൽ നൃത്തത്തിൽ കണ്ണ് സാധകമുണ്ട്. അതുപോലെ നമ്മൾ അവരെ നിരീക്ഷിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ നേരത്തെ രതീഷ് പറഞ്ഞ പോലെ മുന്നിലിരിക്കുന്നയാൾ ആ കാരിക്കേച്ചർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കയ്യിലോ ഒരു പെൺകുട്ടിയുടെ കയ്യിലോ കിട്ടുമ്പം അതിൻ്റെ അമ്പരപ്പിൽ അവർ എക്സൈറ്റഡ് ആവുകയും അതിനൊന്നിച്ച് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അവരോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ രതീഷ് സ്വയം ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവുക, കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുക, സ്വയം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു നിരീക്ഷണം എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം സജീവേട്ടൻ്റെ വരകളിൽ, സജീവേട്ടൻ തൃപ്പൂണിത്തുറയിലാണ്, തൃപ്പൂണിത്തുറയിലുള്ള നിരവധി ആളുകൾ, പലരും സെലിബ്രിറ്റികളല്ല. സെലിബ്രിറ്റികൾ സജീവേട്ടൻ്റെ ഒരു വിഷയവുമല്ല. സാധാരണക്കാരെ വരയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും, അതാണ് തുടരുന്നത്. അതൊരു ദീർഘയാത്ര ട്രെയിനുകളിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ള വരകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പും കൂടി അദ്ദേഹം റിട്ടയർ ചെയ്തത് ഈ അടുത്താണ്. അപ്പോൾ ഇനി സ്വതന്ത്രമായിട്ട് സ്വന്തം യാത്രകൾ ദേശാന്തരങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണക്കാരുടെ മുഖങ്ങൾ ഇത്രയധികം തെളിഞ്ഞിട്ടുള്ള ഒരു വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിൻ്റെ ഒരു വേൾഡ് റെക്കോർഡല്ല, ഇന്ത്യൻ റെക്കോർഡ് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സാധാരണക്കാരിലേക്ക് എത്തിയെന്നുള്ളൊരു, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ സാധാരണക്കാരാണ്. 99% ആൾക്കാരും സാധാരണക്കാരാണ്. 100 പേരിൽ ഒരാളെ VIP ആയിട്ടുണ്ടാവുള്ളൂ. VIP എന്ന് പറയുന്നത് ഒരു സ്ഥിരം VIP അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ VIP നാളെ ഓർഡിനറി പേഴ്സണാണ്. അപ്പോൾ VIPകളെല്ലാം സമൂഹത്തിൽ ലൈംലൈറ്റിൽ നിൽക്കാനായിട്ട് തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ VIP ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനെ VIP ആ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രഗിളാണ്. അപ്പോൾ അതിനു മുമ്പ് അയാൾ സാധാരണക്കാരനായിരുന്നു. അപ്പോൾ ഇൻ എ വേ എല്ലാവരും സാധാരണക്കാരാണ്. അപ്പം മാത്രമല്ല നമ്മൾ കാണുന്ന ഇവിടെയുള്ള എല്ലാവരും ഏതാണ്ട് സാധാരണക്കാരാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതീവ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിലെ യാത്രയിലൊക്കെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ, അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്ത്, അപ്പോൾ അവിടെയുള്ളവർക്ക് ധാരാളം കഥകളുണ്ടാവും. എൻ്റെ ഒരു നോട്ടത്തിൽ, എൻ്റെ ഇതുള്ള അനുഭവത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഞാൻ സംസാരിക്കും, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. ഇവിടെയുള്ള ബാക്കിയുള്ള അനൂപാണെങ്കിലും സജീവാണെങ്കിലും വിനു ആണെങ്കിലും ഉണ്ണിയാണെങ്കിലും എല്ലാവരും നമ്മൾ സംസാരിക്കും, സബ്ജക്റ്റായിട്ട് സംസാരിക്കും, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കും. എന്ന് കഴിഞ്ഞിട്ടാണ് അവരൊന്ന് ഈസിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരെയും നമുക്ക് സംസാരിച്ച് ഒരു ലിമിറ്റ് അപ്പുറത്തേക്ക് നമുക്ക് കരയിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം ചോദിച്ചാൽ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചാൽ നമുക്ക് കരയിപ്പിക്കാൻ പറ്റും. നമ്മൾ കാണുന്ന ആൾക്കാരൊന്നുമല്ല, ഞാൻ കാണുന്ന ആൾക്കാരൊന്നുമല്ല നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്ത് അവരെല്ലാവരും ഭയങ്കര സങ്കടങ്ങളൊക്കെ പേറുന്ന ആൾക്കാരാണ് എല്ലാവരും. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഞാനൊരാളെ കാണുന്ന സമയത്ത് അപരിചിതനെ ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അറിയാണ്ട് ഇത്രയും കാലം അയാൾ ജീവിച്ചു. ഇപ്പോൾ ഞാൻ ഒരു 80 വയസ്സുകാരനെ കാണുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് 60 കൊല്ലം, എനിക്ക് 60 വയസ്സായല്ലോ, 60 കൊല്ലം ഞാൻ അറിയാണ്ട് ഈ മനുഷ്യൻ ജീവിച്ച് ഇത്രയും കാലം വളർന്നു. 80 വയസ്സിലെ മനുഷ്യൻ മുമ്പിൽ നിൽക്കുകയാണ്. അയാൾക്ക് അയാളുടെ ജീവിത പരിസ്ഥിതികളോട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്.
ആ പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് അങ്ങേര് സ്വന്തം ഡിവൈസുകൾ ജീവിതത്തിൽ കണ്ടെത്തി, അത് ഉപയോഗിച്ചു. അപ്പോൾ ഓരോ ജീവിതത്തിലെ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഓരോ മനുഷ്യനും ഓരോ രീതിയിലുള്ള ഡിവൈസുകളാണ് സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ എല്ലാവരും ക്രിയേറ്റേഴ്സാണ്, എല്ലാവരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു പുതുമയാണ്. രണ്ടാമത്തെ പുതുമ എന്ന് പറയുന്നത്, ഞാൻ വരയ്ക്കുന്നതിൽ 95% ആൾക്കാരെ ഞാൻ പിന്നെ ഒരിക്കലും കാണുന്നുണ്ടാവില്ല. ഇവിടെ വരുന്നവരിൽ ഒരു പക്ഷേ 60% 70% ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണുന്നുണ്ടാവില്ല. അതൊരു ഭയങ്കര ത്രില്ലാണ് നമുക്ക് വരുന്നത്. രണ്ടുപേർ ആദ്യമായിട്ട് കണ്ണോട് കണ്ണ് നോക്കുക, ഒന്ന് ചിരിക്കുക, 2 വാക്ക് സംസാരിക്കുക, മറിയുക എന്നേക്കുമായിട്ട്. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അസാധാരണ ജീവിതങ്ങളുണ്ട്, എനിക്ക് എൻ്റെ അസാധാരണ ജീവിതമുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ കണ്ടേക്കാം, കാണാതിരിക്കാം. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഫിസിക്കലി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരാൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഇന്ത്യൻ മുഖങ്ങൾ ഏതൊക്കെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് മുഖങ്ങളാണുള്ളത് എന്ന് നോക്കിയിട്ട് ഞാൻ പറയുമ്പോൾ എന്നെ നോക്കൂ, എൻ്റെ ശരി പെർഫെക്റ്റ് സർക്കിളാണ്. സാധാരണ പെർഫെക്റ്റ് സർക്കിളിൽ മുഖങ്ങൾ കാണില്ല. അപ്പോൾ ഒരു കാരിക്കേച്ചറിസ്റ്റിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വട്ടത്തല, ഒരു പപ്പടത്തം വരച്ചു ആദ്യം, പിന്നെ ഒരു മത്തങ്ങ പോലൊരു ബോഡിയുണ്ട്, അത് വരച്ചു. ഒരു വളഞ്ഞ മൂക്ക്, ഉണ്ട കണ്ണ്, അതും വെള്ളക്കണ്ണാണ് എൻ്റെ, നേരിയ ലിപ്പാണ്, എനിക്ക് മീശയുടെ നടുവിൽ ഇതില്ല. ഇതെല്ലാം ഫൈനർ പോയിൻറ്റ്സാണ്. നമ്മൾ ആദ്യം ഇതൊക്കെ നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുക നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൗതുകം തോന്നുന്ന സംഗതികൾ എന്താണോ അത്. നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ നിങ്ങൾ ആര് വരച്ചാലും, ഒരു പേപ്പറിൽ നിങ്ങളൊരു പടം വരച്ചിട്ട് 2 കുത്തിട്ട് ഒരാളെ വരച്ചു, ആ ഛായയിലുള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും ലോകത്തിൽ. 800 ശതമാനം കോടി ആൾക്കാരല്ലേ. അതാണ് അത്ഭുതം. നമ്മൾ എന്ത് വരച്ചാലും ആ ഛായയിൽ ഒരാൾ ലോകത്തിലുണ്ടാവും, എന്ത് വരച്ചാലും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കാണാണ്ടാണ് ഒരു മനുഷ്യനെ വരയ്ക്കണേ. ഏതോ ഒരു മനുഷ്യനെ, അലാസ്കയിൽ കിടക്കുന്നൊരു മനുഷ്യനായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞു വരയ്ക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കണത്. അത് ഭയങ്കര അത്ഭുതമാണ്. അതാണ് മാജിക് അതിൻ്റെ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ചിന്താഗതിയിൽ, ഞാൻ വിക്ടേഴ്സ് ചാനലിൽ വരൂ വരയ്ക്കുമെന്ന് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രെമിസ് എന്ന് പറയുന്നത് എവ്രിബഡി ഈസ് എ കാർട്ടൂണിസ്റ്റ് എന്നാണ്. നമുക്കൊരു അക്ഷരം പകർത്തി കടലാസിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്ക് മനസ്സിൽ കണ്ട് അത് കൈകളിലേക്ക് പടർത്തി നമുക്ക് കടലാസിൽ എത്തിക്കാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മൾ വരാന്ന് പറയുന്ന കൺവെൻഷണൽ അർത്ഥത്തിൽ ഡാവിഞ്ചിയുടെ മറ്റാരുടെയോ ഒന്നുമല്ല നോക്കണ്ട. ഒരു സിമ്പിൾ വര, ഒരു വട്ടം 2 കോല്, ദശ വര. യു ആർ എൻ ആർട്ടിസ്റ്റ്. അതിനെ എങ്ങനെ ആ ചെറിയ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വര കൊണ്ടുപോലും നിങ്ങൾക്കൊരു കഥ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് സംഗതി കൺവേ ചെയ്യാൻ പറ്റുമോ, ഒരു ഹലോ പറയാൻ പറ്റുമോ, ഒരു കാമുകനോട് ഹലോ ഹായ് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അമ്മയോട് സന്തോഷത്തോട് ചിരിക്കാൻ പറ്റുമോ, അധ്യാപകനോട് ബഹുമാനം കാണിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ദാറ്റ് യു ക്യാൻ ഡു, യു ആർ ഓൾറെഡി എ കാർട്ടൂണിസ്റ്റ് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺവിക്ഷൻ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയും വരയ്ക്കൽ. നമ്മൾ മൂളിപ്പാട്ട് പാടുണ്ടല്ലോ എല്ലാവരും മൂളിപ്പാട്ട് പാടുന്നുണ്ട്. എന്തുകൊണ്ട് വെറുതെ ഒരു മൂളി വര എന്ന് പറയുന്ന പോലെ വളരെ ഇത് ചെയ്യുന്നില്ല, ഡൂഡിൽ ചെയ്യണില്ല. ഒരു കടലാസ് കിട്ടുമ്പോൾ വെറുതെ വരച്ച് നോക്കുക. ചിലർ ബോറടിക്കുമ്പോൾ വളരെ എന്താ പറയുക, ഈ ഭയങ്കര ലെക്ചറൊക്കെ കാണുമ്പോൾ ബോറടിച്ചിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കില്ലേ, ദാറ്റ് ഇസ് ഡൂഡ്ലിങ്. അപ്പോൾ അതിനകത്തൊരു ചിത്രം ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഹീസ് ആൻ ആർട്ടിസ്റ്റ്. എല്ലാവരും ആർട്ടിസ്റ്റാണ്, എല്ലാവരും. ഇപ്പോൾ ഭട്ടതിരി ആർട്ടിസ്റ്റാണ്, ഭട്ടതിരിയുടെ പ്രേയസി അവരും ആർട്ടിസ്റ്റാണ്. ഒരു പക്ഷേ അവർ വിചാരിക്കുന്നതിൻ്റെ ആർട്ടിസ്റ്റ് അല്ലത്. യു ആർ ഓൾസോ എൻ ആർട്ടിസ്റ്റ്. എല്ലാവരും ആർട്ടിസ്റ്റാണ്. അത് നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി ഉണ്ടെന്നുള്ള ധാരണയിൽ അവരെ മാറ്റി നിർത്തി ബഹുമാനത്തോട് കാണുക വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ലോകത്ത് നോക്കൂ, നമ്മൾ ലോകത്തെ കാണുന്ന എല്ലാ സംഗതികളും ഡിസൈനാണ്. ഡിസൈൻ ഏതോ മനുഷ്യൻ്റെ, ഏതോ കുറേ കൂട്ടം ആൾക്കാരുടെ കുറേ കാലത്തെ ഡിസൈനിൻ്റെ പരിസമാപ്തിയാണ് നിങ്ങൾ കാണുന്ന ഓരോ സാധനവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡിസൈൻ സെൻസ് എല്ലാവർക്കും ഉണ്ട്. രതീഷിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുത്തു. രതീഷ് പഠിച്ചത് തൃപ്പൂണിത്തുറ RLV കോളേജിലാണ്. പെയിൻറ്റിംഗ് ആയിരുന്നു പഠിച്ചത്. ആ സമയത്ത് രതീഷ് മറ്റെല്ലാവരും ചിത്രം വരയിലേക്കും അല്ലെങ്കിൽ അത്തരം അനുബന്ധ കലകളിലേക്കും പതുക്കെ നടന്നു പോയപ്പോൾ രതീഷ് വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ആ സമയത്ത് കാർട്ടൂണിങ്ങിന് ഒരു വലിയ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ ഒരുപാട് അനിമേഷൻ കാണുന്നുണ്ട്, മറ്റത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ സജീവമാണ്, ട്രോള് കാണുന്നു, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുടെ ഒരു വലിയ ലോകം അതിനുശേഷമുള്ള ലോകത്ത് വിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. നമ്മുടെ സമൂഹം, കേരളത്തിൻ്റെ സമൂഹം ഒരു കരിയർ എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു സമൂഹമാണ്. അതിന് കുട്ടിക്കാലം തൊട്ടേ
കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ അവനെ എങ്ങനെ എന്താക്കി മാറ്റാം എന്ന് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബങ്ങളാണ്, ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു കാർട്ടൂണിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചറിസ്റ്റായിട്ട് ഒരു ധൈര്യം വേണമല്ലോ, അതെങ്ങനെ സംഭവിച്ചു? ആ ഒരു മൂമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആ അധ്യാപികയുടെ ഒരു വാക്കിലാണ് സംഗതി വരയിലേക്ക് വരുന്നത്. രണ്ടാമതാണ് ഈ പറഞ്ഞ ടേണിംഗ് പോയിൻ്റ്. അതിനെക്കുറിച്ചൊന്ന് പറയൂ. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ വരയ്ക്കാൻ തുടങ്ങി. പ്രോത്സാഹനം നന്നായിട്ട് വീട്ടിൽ നിന്ന് കിട്ടി. അതിനേക്കാൾ ഉപരി ഞാൻ പഠിച്ച സ്കൂള്, ആ സ്കൂളിൽ നിന്ന് അവിടുത്തെ എന്താ പറയുക, ഡ്രോയിങ് പഠിച്ച സ്കൂൾ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചത്. അത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത്. അത് എറണാകുളത്ത് CCPL ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ അവിടുത്തെ പ്രധാന അധ്യാപിക ഞങ്ങളെ ശരിക്കും ഈ ആർട്ടും അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനെ എല്ലാ തരം കലകളെയും നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളായിരുന്നു അത്. മാത്രമല്ല കലോത്സവങ്ങളിലൊക്കെ സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടുന്ന. അപ്പോൾ ചിത്രകലയ്ക്കും വളരെ നല്ല പ്രോത്സാഹനം അവിടെ നിന്ന് കിട്ടി. അവിടുത്തെ ഡ്രോയിങ് മാഷാണ് അതിലേറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കാർട്ടൂണൊന്നും സ്കൂളിൽ നമ്മൾക്ക് ആ സമയത്ത് ഒരു കോച്ചിങ്ങോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകങ്ങളിൽ തന്നെ പഠിച്ചത്. അതായത് പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണൊക്കെ നോക്കി വരയ്ക്കുക, കാരിക്കേച്ചർ നോക്കി വരയ്ക്കുക. അങ്ങനെയാണ് കാരിക്കേച്ചറിനോടൊരു താല്പര്യം വന്നത്. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഫൈൻ ആർട്സ് കോളേജ് ചേരണമെന്നായിരുന്നു താല്പര്യം. അങ്ങനെ വീട്ടിൽ അതൊക്കെ പറഞ്ഞു, വീട്ടുകാർ സമ്മതിച്ചു, ഫൈൻ ആർട്സ് കോളേജിൽ ചേരാം. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്തു. അന്ന് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതേ കോളേജിൽ തന്നെയുള്ള നിങ്ങൾക്കറിയാം അനൂപ് രാധാകൃഷ്ണൻ ഇവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു, മുന്നിലിരിപ്പുണ്ട്. അപ്പോൾ അനൂപ് രാധാകൃഷ്ണൻ ഞാൻ പരിചയപ്പെടുമ്പോൾ പുള്ളി അവിടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ് കോളേജിൽ. അപ്പോൾ ഞാൻ ഈ കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ തേവര SH കോളേജിലാണ്. ആ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ന്യൂ കമ്മറാണല്ലോ. ക്ലബ്ബിൽ കാർട്ടൂണുണ്ട്, വരയുണ്ട്, നമ്മൾ ഈ പെയിൻറ്റിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ചിത്രകലയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാ കഴിവുകളുള്ള കുട്ടികൾ ഉള്ള ക്ലബ്ബ് അത്. അപ്പോൾ ആ ക്ലബ്ബിൽ അനൂപിനെ പരിചയപ്പെട്ടു. അങ്ങനെ അനൂപ് ഒരു മുഴുവൻ ടൈം കാർട്ടൂണിസ്റ്റായിരുന്നു ആ കോളേജിൽ. കലോത്സവങ്ങളിൽ അനൂപ് മത്സരിക്കാൻ പോകും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അനൂപ് എന്നേക്കാൾ ഒരു 3 എന്താ പറയുക ക്ലാസ് സീനിയറാണ്. അപ്പോൾ അവിടെ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുമായിരുന്നു കോളേജിൽ. അപ്പോൾ ആ സമയത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അനൂപ് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വന്ന് കാരിക്കേച്ചർ ബോർഡിൽ വരച്ചിടും, ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ ഈ കാരിക്കേച്ചർ നോക്കി വരയ്ക്കലേ ഉള്ളൂ, വേറെ ആൾക്കാരെ നോക്കി വരയ്ക്കലോ ഇല്ല. പടം നോക്കി വരയ്ക്കുക, പടം നോക്കിയിട്ട് നേരെ വരയ്ക്കലേ ഉള്ളൂ. പിന്നെ അപൂർവം ചില സുഹൃത്തുക്കൾക്ക് ഭയങ്കര ഫീച്ചേഴ്സുള്ള ആൾക്കാരെ മാത്രം ഇരുന്ന് വരയ്ക്കുക. അതായത് ഫീച്ചേഴ്സ് കുറവുള്ളവരെ വരയ്ക്കാൻ നമ്മൾ വരച്ച അത്ര ശരിയാവില്ലായിരുന്നു. അങ്ങനെ അനൂപ് വന്നിട്ട് ഞങ്ങളുടെ മാഷ് അവിടെ പഠിപ്പിക്കുന്ന സാറുമാരെയൊക്കെ വരയ്ക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും കൂടി പരിചയപ്പെട്ട് ഈ കാരിക്കേച്ചറെ കുറിച്ച് കൂടുതൽ ഡിസ്കഷനൊക്കെ നടത്തി. പിന്നീടൊരു യാത്രയായിരുന്നു. അതിനുശേഷം കാരിക്കേച്ചർ എങ്ങനെയെങ്കിലും സ്വായത്താക്കി എടുക്കണം, ലൈൻസ് ക്ലിയർ ചെയ്യണം, അത് നിരന്തരം വരച്ചുകൊണ്ടിരുന്നു. ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികളെയും അതേപോലെ അധ്യാപകരെയൊക്കെ ഞാൻ നോക്കി വരയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ആണ് ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്നത്. ഫൈൻ ആർട്സ് കോളേജിൽ ചെല്ലുമ്പോൾ അതൊരു എന്താ പറയുക, കാർട്ടൂൺ പഠിപ്പിക്കുന്നൊരു കോളേജല്ല, അറിയാമല്ലോ, BFA. അപ്പോൾ BFAയിൽ പെയിൻറ്റിങ്, സ്കൾപ്റ്റിങ് അങ്ങനെയുള്ള കലകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഈ കാർട്ടൂൺ ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടും ഞാനവിടെ പെയിൻറ്റിങ് എടുത്തത്. പെയിൻറ്റിങ് എടുത്ത സമയം തന്നെ ഈ കാർട്ടൂൺ ഇടയ്ക്ക് വരയ്ക്കാൻ തുടങ്ങുന്നു, സുഹൃത്തുക്കളെ വരയ്ക്കുന്നു, അവിടെയുള്ള അധ്യാപകരെ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാണ് എന്താ പറയുക, ആ സമയങ്ങളിൽ തന്നെ ഒരു പ്രൊഫഷണൽ ലൈവ് കാരിക്കേച്ചർ ഇഷ്ടമായിട്ട് തന്നെ നമ്മൾക്ക് അന്ന് ജോലി എടുക്കാനും കൂടി അവസരം കിട്ടി. ആ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു ഫീൽഡല്ലായിരുന്നു അത്. പിന്നൊരു എന്താണ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കരിയർ ചെയ്യണം എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കാർട്ടൂണായിട്ട് റിലേറ്റ് ആവുന്ന അനിമേഷൻ ചെയ്യാം എന്നായിരുന്നു ആദ്യത്തെ താല്പര്യം. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു അനിമേറ്ററായി എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യണം, ഇവിടെ ടൂൺസ് ഉണ്ട്, ടൂൺസിൽ ജോയിൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് കഴിയാറാകുമ്പോൾ തന്നെ ഞാൻ വീണ്ടും പഴയ കോളേജിലെ സുഹൃത്തായ അനുവിനായിട്ട് വീണ്ടും കണക്ട് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പല വേദികളിലും ഇതേപോലെ ലൈവ് കാരിക്കേച്ചർ
ചെയ്ത് സമയത്താണ് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു വരുമാന മാർഗ്ഗം ആക്കിയാലോ എന്ന് ചിന്തിച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് വിദേശത്തുനിന്ന് ഈ കാരിക്കേച്ചർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വർക്ക് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്കുകൾ ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുത്ത് അവിടെ പ്രിൻ്റ് ചെയ്ത് അവിടെയുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ റൺ ചെയ്തു. അത് 2006 ഇന്നിപ്പോൾ 2024 അതേ സ്ഥാപനം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചും അവിടെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതായിരുന്നൊരു യാത്ര. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പഠിച്ച പെയിൻറ്റിങ്ങുകളൊക്കെ എപ്പോഴോ ഞാൻ മാറ്റി കഴിഞ്ഞു. ആ പെയിൻറ്റിങ്ങുകൾ ഇപ്പോൾ എന്താ പറയുക, ചില സമയങ്ങളിൽ തോന്നുമ്പോൾ മാത്രം ചെയ്യാന്നുള്ള ഒരു വർക്കായി മാറി. പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ കാരിക്കേച്ചറും കാർട്ടൂണും ഇലസ്ട്രേഷനുമായിട്ട് ആണ് കോഴ്സ് എടുത്ത പോലെ അല്ല ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ആർട്ടിസ്റ്റിന് ഏത് മേഖലയും ചൂസ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള മേഖലയെ ചൂസ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന വേറെ എന്തോ ആയിരിക്കാം, പക്ഷേ അതൊരു ജീവിത വരുമാന മാർഗമായി കൊണ്ടുനടക്കണം. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ അവർ പല കലയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ചിലർ കലാവിദ്യാർത്ഥികളായിരിക്കും, ചിലർ ചിത്രകാരന്മാരായിരിക്കും. ഈ പുതിയ കാലത്ത് ചിത്രകല തന്നെ ഒരുപാട് പരുവപ്പെട്ടിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പുതിയ രൂപവും ഭാവവും അതിൻ്റെ ഉപകരണങ്ങൾ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ആ ശൈലി പോലും അത് മായ്ക്കപ്പെട്ടു, കാരണം ചുമരില്ലാതെയും ചിത്രം. അപ്പോൾ അതിനെക്കുറിച്ച്, പുതിയ ഡിവൈസിലേക്ക് മാറുന്നതിനെക്കുറിച്ച്, മറ്റ് വരയുടെ രീതികൾ, സങ്കേതങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. ചുമരിൽ ഒന്ന് രണ്ട് കൊല്ലം ഞാൻ ചുമരിൽ തന്നെയാണ് വരച്ചുകൊണ്ടിരുന്നത്. കരിക്കട്ടയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ പല കഥാപാത്രങ്ങളും എയർ ഇന്ത്യ മഹാരാജ, അക്ബർ ചക്രവർത്തി, ഹുമയൂൺ, മുഗൾ സാമ്രാജ്യത്തിലെ മുഴുവൻ ആൾക്കാർ, കൈകൂട്ടിക്കളി, ഇങ്ങനെയെല്ലാം വരയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരാൾ പ്രേരിപ്പിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പേപ്പറിൽ വല്ലപ്പോഴൊക്കെ വരച്ചു. ഞാൻ അങ്ങനെ അധികം വരച്ചായിട്ട് ഓർക്കണില്ല. ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ ശന്തനൂസിൽ പഠിച്ചതിന് ശേഷം പോലും ഞാൻ റെഗുലറായിട്ട് ഞാൻ വരച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ഈ അവർ തരുന്ന 2 ആഴ്ച കൂടുമ്പോഴുള്ള ലെസൺസ് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നല്ലാണ്ട് അതിനപ്പുറം ഒരു പ്രാക്ടീസ് ഉണ്ടായിട്ടില്ല എനിക്ക്. വർഷങ്ങൾ ഇപ്പോഴും എനിക്കങ്ങനെ പ്രാക്ടീസ് ഈ കാണാനാണ് പ്രാക്ടീസ്. അല്ലാണ്ട് അതിനെപ്പറ്റി ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വര ഞാൻ ശ്രമിച്ചിട്ടില്ല, മടി കാരണം ശ്രമിച്ചിട്ടില്ല. അടുത്ത ഒരു 2-3 കൊല്ലമായിട്ടാണ് ഞാൻ ഐപാഡിൽ വന്നു തുടങ്ങിയത്. ഐപാഡിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഔട്ട്പുട്ട് ക്ലീനാണ്. നമുക്ക് എപ്പോഴും 2 വിരലുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അത് അൺഡു ചെയ്യാൻ പറ്റും. ഒരു ഫോൾസ് ലൈൻ, തെറ്റായ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും, നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. പേപ്പറിൽ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, കാരണം അത്ര ഷുവറായിരിക്കണം, കാരണം എപ്പോഴും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വരയ്ക്കുന്ന വര ശരിക്കും. അത് മാത്രമല്ല, ഈ നമ്മളല്ലാതെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ കൊണ്ടൊരു ഔട്ട്ലൈൻ വരയ്ക്കുമല്ലോ, അതില്ലാതെയാണല്ലോ വരയ്ക്കുന്നത്. അതെ ഞാൻ പണ്ട് പോലെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അത് ശരിക്കും പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രീതി അവലംബിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം തെറ്റുകൾ ധാരാളം ഉണ്ടാവും. ഞാൻ ഈ 60 വയസ്സായിട്ട് തെറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തെറ്റുണ്ടായാലും കുഴപ്പമില്ല, എൻ്റെ മെൻറ്റാലിറ്റി അതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സാധാരണഗതിയിൽ തെറ്റില്ലാണ്ടാണല്ലോ എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പെൻസിൽ കൊണ്ട് വരച്ച് അതുമേ ഇങ്ക് കൊണ്ട് വരച്ച് സമയമെടുത്ത് ക്ഷമയോടുകൂടി ചെയ്യലാണ് വേണ്ടത്. പണ്ട് മുതലേ ഞാൻ അങ്ങനെ പെൻസിലില്ലാണ്ട് വരച്ച് ശീലിച്ചുകൊണ്ട് പല സംഗതികളും ഇപ്പോഴും നോക്കുമ്പോൾ അനാട്ടമി തെറ്റാണ്. അപ്പോൾ പിന്നെ കാരിക്കേച്ചർ ആയതുകൊണ്ട് ഒരു തടിയനല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളതിനെ ഓടിച്ചു വിടും. ശരി, ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘമാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ പറയും അയ്യേ എന്ന് പറയും. പക്ഷേ കാരിക്കേച്ചറിനോടും കാർട്ടൂണിനോടും എല്ലാവർക്കും പൊതുവെയുള്ളൊരു പ്രാഥമികമായിട്ടുള്ള കൗതുകമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഒരു മാപ്പാക്കണത്. ഐപാഡ് വന്നതിന് ശേഷം എനിക്ക് ഔട്ട്പുട്ട് ക്ലീനാണ്, വരയ്ക്കുന്നതിന് ഔട്ട്പുട്ട് ക്ലീനാണ്, കുറച്ചുകൂടി വൃത്തിയുണ്ട്. കാരണം പേപ്പറിൽ വരുത്തുന്ന തെറ്റുകൾ പലതും എനിക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ അൺഡു ചെയ്ത് അല്ലെങ്കിൽ റീഡു ചെയ്ത് ഒതുക്കി അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഒതുക്കി സൈഡിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പല രീതിയിൽ ഞാൻ ട്യൂക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 90% നമ്മുടെ വരെയും 10% ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ ട്യൂക്കിങ് കൂടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കളറിങ് ഉണ്ട്, ലേയേഴ്സ് ഉണ്ട്. കളർ ചെയ്യുമ്പോൾ കറുത്ത വരകൾ എടുത്തു കാണിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ലെയർ താഴത്തേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം ഭയങ്കര സൗകര്യമാണ്, പോർട്ടബിളാണ്. ചെറിയൊരു A4 സൈസിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു സംഗതി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് ഡ്രോയിങ്സ് അതിനകത്ത് സൂക്ഷിക്കാം. എത്ര വില വരും എന്നുള്ള ലക്ഷ്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു 35,000 തുടങ്ങി മുകളിലേക്ക് 1.5 ലക്ഷം രതീഷ് കാര്യത്തിൽ കൂടുതൽ അറിയാൻ പറ്റും. ബട്ട് 30,000 പോലും കിട്ടുന്ന ഇതുണ്ട്. അതൊക്കെ വായിക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം നിങ്ങൾക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 10 കൊല്ലം ഭയങ്കര നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
അതിൽ കണക്ക് എഴുതാം, സാധാരണ മൊബൈലിൻ്റെ എല്ലാ ഉപയോഗമുണ്ട്, ഫോട്ടോ എടുക്കാം, നോട്ട്സ് എഴുതാം, ഗൂഗിൾ വാട്സപ്പ് എല്ലാം ഉണ്ട്, വരെയും ചെയ്യാം. ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞത് പറ്റുമെങ്കിൽ ചെയ്യൂ, പറ്റില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പേപ്പറൊക്കെ എടുത്ത് എന്ത് കീറ കടലാസും ഞാനിപ്പോൾ ഞാനൊരു 19 കൂടുതൽ ടിഷ്യൂ പേപ്പറിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഹോട്ടലിൽ ഇരുന്നിട്ട്. 50 കൂടുതൽ വരച്ചിട്ടുണ്ടോ ഇതുവരെ. ആൾക്കാരെ കാണുമ്പോൾ വരച്ച് അവർക്ക് സമ്മാനിക്കും. അതൊരു അറിയില്ല എങ്ങനെ ഉപയോഗിക്കുന്നത്, കാരണം വളരെ പെരിഷബിളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തിലും നമുക്ക് വരയ്ക്കാം. ഞാൻ പറഞ്ഞു വരച്ചുകൊണ്ടിരിക്കൂ. ഈ വരയ്ക്കുന്നവരെ കണ്ട് അത്ഭുതപ്പെടുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും വരയ്ക്കാൻ ശ്രമിക്കുകയല്ലേ, അത് ചെയ്യൂ. രതീഷിൻ്റെ കാര്യത്തിൽ ഈ ഐപാഡിലും രതീഷ് വരയ്ക്കും. പക്ഷേ ഓഫീസിലിരുന്ന് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഉപകരണമാണ് രതീഷ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവൈസിലേക്ക് എത്തിപ്പെട്ടത്, ആ ഡിവൈസിൻ്റെ പേര്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പരിമിതികളും അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ സത്യത്തിൽ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നണ ഒരു 13-14 വർഷമായി. ആദ്യം നമ്മൾ മൗസിലായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അതായത് വരച്ച ഇമേജ് സ്കാൻ ചെയ്ത് കയറ്റി അത് ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറിൽ കളർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരച്ച ഇമേജ് തന്നെ സ്കാൻ ചെയ്ത് തന്നെ കളറിങ് മാത്രം നമ്മൾ മൗസ് കൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ ഇതൊരു 10-15 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. ആ കാലങ്ങളിലൊക്കെ നമ്മൾക്കൊരു എന്താ പറയുക, സ്റ്റൈലസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് കിട്ടുമായിരുന്നു. അതായത് ഡയറക്റ്റ് മോണിറ്ററിൽ വരയ്ക്കുന്നതല്ല, പാഡിൽ വരയ്ക്കുന്നു, മോണിറ്ററിൽ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഐ കോർഡിനേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിൻ്റെ അകത്ത് വരച്ച അത്ര ശരിയാവാറില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ മൗസ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു മൗസിൻ്റെ കർസർ ഒരറ്റത്തുനിന്ന് ഒരറ്റത്ത് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റൈലസ് പോലത്തെ പെന്നുകൾക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാണെങ്കിൽ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്കത് ഈസി ആയിട്ട് വരും. പക്ഷേ ഡയറക്റ്റ് ഒരു മോണിറ്ററിൽ വരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പേപ്പറിൽ വരയ്ക്കുന്ന പോലെ തന്നെ ഫീലാണ് നമ്മൾക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വട്ടം വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ തുടങ്ങിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിക്കാൻ എളുപ്പമാണ്. മറ്റേത് മൗസിലാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റൈലസ് പോലത്തെ പാഡിൽ വരയ്ക്കുന്ന ഇതിൽ അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ വരച്ചിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഡയറക്റ്റ് ഒരു മോണിറ്ററിൽ വരയ്ക്കുന്ന ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതി തന്നെ സെർച്ച് ചെയ്തിരുന്നു അന്ന്, ഈ പറഞ്ഞ ഒരു 15 വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഡിവൈസ് അനിമേറ്റേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അത് വിദേശങ്ങളിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് കേരളത്തിൽ ഇവിടെ ടൂൺസ് എന്ന് പറഞ്ഞ ഇവിടെയുള്ള ടൂൺസ് അക്കാഡമിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ അറിഞ്ഞിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ ഒരു ഡിവൈസ് നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ ഡിവൈസിനെ കുറിച്ച് അറിഞ്ഞ് പിന്നീട് ഒരു 3 വർഷം ശേഷം അത് മേടിക്കുന്നത്, അത് സ്വന്തമായിട്ട് മേടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്ക് ആ വഴി തന്നെ ഇരിപ്പുണ്ടത്, ഒരു വാക്വം സിൻഡിക്കുന്ന അതിൻ്റെ പേര്. അതൊരു വലിപ്പമുള്ളൊരു മോണിറ്ററാണ്. ആ മോണിറ്റർ നമ്മളൊരു ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് വരയ്ക്കാം. അപ്പോൾ ഈ സൗകര്യമുള്ള ഡിവൈസിനെ കുറിച്ച് അറിഞ്ഞ ശേഷം ഒരു 3 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അതൊരു 1.5 ലക്ഷം രൂപ മേലെയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് മേടിക്കാൻ വൈകി എങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും സ്വായത്തമാക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിയ ശേഷം ഉപയോഗിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പ്രൊഫഷണലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഇല്ലസ്ട്രേറ്ററായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ വരച്ച് സ്കാൻ ചെയ്യുന്നതിനേക്കാൾ ഒരു എന്താ പറയുക 3-4 ഭാഗം സമയമായിട്ട് അത് കുറയ്ക്കാൻ പറ്റി. അതായത് പെർഫെക്ഷൻ, ഈ നേരത്തെ പറഞ്ഞ അണ്ടു റീഡു, ഇത്തരം സൗകര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നു. കളറിങ് ഒക്കെ എളുപ്പമായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് മേടിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഡിവൈസിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മളത് എപ്പോഴാണ് 1.5 ലക്ഷത്തിൻ്റെ ഡിവൈസ് മേടിച്ചത്? ഏത് കാലത്താണ്? ഒരു 12 വർഷം മുമ്പ്. അതെ, 12 വർഷമായിട്ട് ഇപ്പോൾ ഈ മോണിറ്ററല്ല, ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ മോണിറ്ററാണ്. ആദ്യമുള്ളായിരുന്നത് അതിനെക്കൊണ്ട് ഞായറാഴ്ച 24 hours വർക്കിംഗ് ആയിരുന്നു. അത് പക്ഷേ ഒരു 9-8 വർഷത്തോളം യൂസ് ചെയ്തു. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണത്. അത് യൂസ് ചെയ്ത് അത് കേടായ ശേഷമാണ് അടുത്ത പുതിയത് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് കണ്ട് ശേഷമാണ് നമ്മൾ ഉടനെ മേടിക്കാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു 3 വർഷത്തെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ശരിക്കും നമ്മൾ ഇരട്ടിപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഒരു മെഷീനറി ഏതെങ്കിലും ആർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക്, ഞാൻ പറയുന്ന മറ്റു സീരിയസ് ആർട്ടിലുള്ള കാര്യമല്ല പറയുന്നത്, ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ കോമിക് ആർട്ടിസ്റ്റോ കാർട്ടൂണിസ്റ്റോ അവരുടെ ആർട്ട് വർക്ക് എപ്പോഴും
അതിൻ്റെ പ്രിൻ്റ് രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു മീഡിയ രൂപത്തിലേ നമ്മൾ കാണുള്ളൂ. അതായത് അതിന് പേപ്പറിനോ അങ്ങനെ കൃത്യമായ വാല്യൂ ഇല്ല. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ് ആണെങ്കിൽ ഒരിക്കലും ഡിജിറ്റൽ ഡിവൈസിലൂടെ വരച്ചെടുക്കുന്നതിന് അതിന് വാല്യൂ ഇല്ല. ശരിക്കും ബ്രഷും ഇങ്കും ഉപയോഗിച്ചൊക്കെ തന്നെ വരച്ച് ആ ഒറിജിനൽ പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ. പക്ഷേ കാർട്ടൂണോ അല്ലെങ്കിൽ ഇലസ്ട്രേഷനോ നമ്മൾ കാണുന്ന കോമിക് പുസ്തകങ്ങളിൽ കാർട്ടൂൺസുകൾ അതെല്ലാം വരയ്ക്കുന്ന ഇപ്പോൾ ഇത്തരം ഡിവൈസുകളിലാണ്. കാരണം അതിൻ്റെ ഒറിജിനൽ പേപ്പറൊന്നും നമുക്ക് വേണമെന്നില്ല. ചില സമയങ്ങളിൽ ഇപ്പോൾ എന്താ പറഞ്ഞ ഈ എനിക്ക് ചിലപ്പോൾ ഈ ചില പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ചില ആളുകളെ ഞാൻ വരയ്ക്കാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ഫേസുകൾ. അപ്പോൾ ആ ഫേസുകൾ വരച്ച് തൃപ്തിയായ ശേഷം ഞാൻ സേവ് പോലും ചെയ്യില്ല. നമ്മളിപ്പോൾ പേപ്പറിലാണ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ചവറ്റോട്ടെ കളഞ്ഞാലും ആ പേപ്പറിൽ ആ സൃഷ്ടി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഡിവൈസിൽ വരയ്ക്കുന്ന ഒരു സംഗതി സേവ് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ കണ്ട ശേഷം പിന്നില്ല, ഈ ലോകത്തില്ല. അത് അങ്ങനെ ഇല്ലാത്ത ഒരുപാട് വർക്കുകൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് പോയിട്ടെന്ന് പറഞ്ഞാൽ സേവ് ചെയ്യില്ല. കാരണം എനിക്ക് വരയ്ക്കാൻ താല്പര്യമുള്ളവരെ അവർ പോലും അറിയാതെ വരച്ച് തൃപ്തി അടങ്ങിയ ശേഷം സേവ് ചെയ്യില്ല. കാരണം അത് എനിക്ക് ആ വ്യക്തിക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത്. പിന്നീട് അത് കാണണമെന്നുമില്ല. പക്ഷേ ചില വർക്കുകൾ സൂക്ഷിച്ച് വയ്ക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ചില വർക്കുകൾ നമ്മൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ആസ്വദിക്കുന്നു. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. സജീവേട്ടൻ്റെ കാരിക്കേച്ചറൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. വരച്ച് സജീവേട്ടന് റിട്ടയർമെൻറ്റിൽ സമ്മാനിക്കാനാണ്. അത് സജീവേട്ടന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരുന്നത്. ഞാൻ വരച്ച് വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് റിട്ടയർമെൻറ്റ്. അദ്ദേഹത്തിന് അത് കിട്ടുമെന്ന് എനിക്കറിയാം. കിട്ടിയ ഉടനെ എന്നെ വിളിക്കുമെന്നും എനിക്കറിയാം. പുള്ളിക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആർട്ടിസ്റ്റുകളെ എല്ലാവർക്കും അവരവരെ ശൈലി മനസ്സിലാവും. ഇപ്പോൾ സിഗ്നേച്ചർ വെച്ചില്ലെങ്കിൽ പോലും അല്ലേ മനസ്സിലാവും. അപ്പോൾ സജീവേട്ടന് അത് കിട്ടി എന്ന് പറഞ്ഞാൽ ആ ദിവസം അത് സജീവേട്ടൻ എന്നെ രാത്രി തന്നെ വിളിച്ചു ഒരുപാട് സംസാരിച്ചു. പുള്ളിക്ക് അതൊരു ഗിഫ്റ്റ് അല്ലേ, പ്രഷ്യസ് ഗിഫ്റ്റായിട്ട് തോന്നി, അതുകൊണ്ട് വിളിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നമ്മളൊരാൾക്കൊരു വരച്ച് കൊടുക്കുന്ന അത് അവർക്ക് കൈ കിട്ടിക്കുമ്പോൾ അവരുടെ ഫേസിലൊരു ചിരി വരും. അതിനേക്കാൾ വലിയ അവാർഡ് ഞാൻ ഇതുവരെ കാണാറില്ല ഒന്നിലും. അവാർഡ് പല കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇഷ്ടം തോന്നുന്നൊരു അവാർഡാണ് നമ്മൾ കൊടുക്കുന്നിടം വരെ അവർ പരിഭ്രമിച്ചിരിക്കും. ഇവിടെ ഇന്ന് കുറേ പേരൊക്കെ ഇരിക്കുമ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ മാത്രം ഒന്ന് ചിരിക്കും. ഞാൻ ചിരിക്കുന്ന സമയത്ത് നോക്കിയിട്ട് എൻ്റെ ഡിവൈസിലേക്ക് നോക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ആ ചിരി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചിരിക്കാൻ പറയും. ചിലവർ കണ്ടിന്യൂസ് ചിരിച്ചുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവസാനം അവർ വരച്ച് കഴിയുമ്പോഴേക്കും അവരെന്നോട് തന്നെ പറയാറുണ്ട് ഇവിടെ വേദന എടുക്കണമെന്ന്. അതായത് ഒരു വരയ്ക്കുന്നതിനൊരു സമയമുണ്ടല്ലോ, 5 മിനിറ്റിലോളം ചിരിച്ചുകൊണ്ടിരിക്കാൻ. ആ ചിരിക്കുന്നവർക്ക് നല്ലൊരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിരിക്കണമെന്ന് അറിയാം. പക്ഷെ ചില ആളോട് പറയുമ്പോൾ ഒരു സഭാകമ്പമുള്ളവർ ചിരിക്കില്ല. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ചിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പൊട്ടിച്ചിരിയുണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ ചിരിയായിരുന്നു വേണ്ടതെന്ന് പറയും. മറ്റേത് ആക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു പറഞ്ഞ് ചിരിപ്പിച്ചത് കൊണ്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. ചില ആൾക്കാർ പക്ഷെ മനസ്സോർന്ന് ഇങ്ങനെ ഇരിക്കും. ചില കുട്ടികളിരിക്കും. എനിക്കത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളെ വരയ്ക്കാനാണ്. കുട്ടികളൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾക്ക് ഈ കാരിക്കേച്ചറിനെ കുറിച്ച് നല്ല അറിവുണ്ട്. കാരണം അവർ കാണുന്ന ക്യാരക്ടേഴ്സും ഒക്കെ കാരിക്കേച്ചറാണല്ലോ. ഈ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം കാരിക്കേച്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കാരിക്കേച്ചറിനെ കുറിച്ച് അത്ര ധാരണയില്ലാത്ത സമൂഹം ഉണ്ടെങ്കിൽ അവർ എൻ്റെ മൂക്ക് ഇത്ര ഉണ്ടോ, ചെവി ഇത്ര ഉണ്ടോ അങ്ങനെ പറയാറുണ്ട്. ബോഡി ചെറുതായി പോയല്ലോ അങ്ങനെയുള്ള. കാരണം അവരുടെ മനസ്സിലെപ്പോഴും പോർട്രേറ്റാണ് മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ എന്നാൽ ഇത് ഇഷ്ടമാണത്. ഇത് മറ്റേ രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ വേണ്ടി വരയ്ക്കുന്നൊരു ശൈലിയല്ലേ എന്നാണ് അവർ പൊതുവെ കരുതുന്നത്. ഇത് ഇപ്പോഴല്ല, ഇപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷരത ഉണ്ട്. ഇതില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൽ കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് കിട്ടാക്കനിയായിരുന്നത്. രാഷ്ട്രീയക്കാരൻ മാത്രമേ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് മാത്രമേ കിട്ടുന്നൊരു സംഗതിയാണ്. പിന്നീടാണ് അതൊരു ജനകീയ കലയായി മാറി, പബ്ലിക്കിൻ്റെ ഇടയിൽ പോയി വരയ്ക്കുന്ന സംഗതിയായി മാറി. അപ്പോൾ അവനോൻ്റെ കാരിക്കേച്ചർ കിട്ടുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂക്ക് ചെറുതാണ് അല്ലെങ്കിൽ മൂക്ക് വലുതാക്കി എന്നുള്ളൊരു പരാതികൾ എപ്പോഴും ഒരു പഴയ ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തും കുട്ടികൾക്ക്
കാരിക്കേച്ചർ എന്താണെന്ന് അറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ ഇത് കാരിക്കേച്ചറാണിത്, ഇതിങ്ങനെ വരുള്ളൂ. കുട്ടികൾ പറഞ്ഞു കൊടുക്കുക, കാരിക്കേച്ചർ ആയതുകൊണ്ട് ബോഡിയൊക്കെ ചെറുതായിരിക്കും, ഇത് അമ്മേനെ പോലെ തന്നെ ഉണ്ടല്ലോ, അതാണ് കാരിക്കേച്ചർ. അപ്പോൾ അമ്മ പറയും ആ ശരിയാ, അതാണല്ലേ, ഓ ശരി. അങ്ങനെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികൾ വരയ്ക്കുമ്പോൾ വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവരോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അവരനങ്ങാതിരിക്കും, അവരോട് ചിരിക്കാൻ പറഞ്ഞാൽ അവർ ചിരിക്കും, ആ വരച്ച് തീരുന്നവരെ ചിരിക്കും. അതുകൊണ്ട് ആ ഒരിട്ട കാരണം കൊണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കാരിക്കേച്ചറിനെ കുറിച്ച് നന്നായിട്ട് അറിവുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ അത്തരത്തിലാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നതും. കിട്ടിക്കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത വരയ്ക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. സ്ത്രീകൾ അതുപോലെ സ്ത്രീകളെ വരയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം സ്ത്രീകൾ സുന്ദരികളാണെങ്കിലും അല്ലെങ്കിലും സുന്ദരികളെ വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ആണുങ്ങളാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ എക്സാഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സാഗ്രേഷൻ എവിടെ കൊടുക്കും? എവിടെയും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരാളിനെ എങ്ങനെ മാറ്റാൻ പറ്റും? അങ്ങനെ ഒരു ഈ സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാ കാരിക്കേച്ചറിസ്റ്റുകളും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എക്സാഗ്രേഷൻ. ചില ആൾക്കാർക്ക് ഫീച്ചേഴ്സ് ജന്മന കാരിക്കേച്ചർ ഫേസ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് അവരെ നമ്മൾ വെറുതെ പോർട്രേറ്റ് വരച്ചാൽ തന്നെ ശരിയാവുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ളവരുണ്ട്. ചിലവർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യമേ ഒരു ഇത് വരും, ഒരു എന്താ പറയുക, ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു മനസ്സിലൊരു ആദ്യമേ ഒരു പ്രതിസന്ധി വരും. പക്ഷെ വരച്ച് തുടങ്ങിക്കഴിയുമ്പോൾ സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ഒരു ഫീച്ചർ കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തായിരിക്കില്ല. ചിലപ്പോൾ മുടിയായിരിക്കാം, മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതോ താന്നിരിക്കുന്നതോ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സിൽ ഒരു ഫീച്ചർ കാണും. ഇപ്പോൾ ഇവിടെ വരുന്ന പല ആൾക്കാർക്കും പല ശൈലികളുള്ള ഫേസുകളാണ്. അവർ യൂസ് ചെയ്യുന്ന എന്താ പറയുക ഗാഡ്ജറ്റ്സുകൾ, അല്ലെങ്കിൽ ഡ്രസ്സ്, അവർ ഈ പറഞ്ഞ ബോഡിയിലുള്ള മാനറിസം വരെ, ടാറ്റു വരെ, അതെ ടാറ്റു ഉൾപ്പെടെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ കാരിക്കേച്ചർ വരയ്ക്കാൻ ഏത് ആൾക്കാർക്കും പറ്റും അല്ലേ? അതും ഫേസ് തന്നെ വേണമെന്നില്ല, പുറകിൽ നിന്ന് വരയ്ക്കാം. ഒരു റാ ഷേപ്പിലും അതിൻ്റെ അപ്പുറം ഇപ്പുറം കുഞ്ഞ് റായി ഇട്ടാൽ മതി. പിന്നെ ഒരു താഴെ ഒരു വലിയൊരു ഇതും കൂടെ വരച്ചാൽ ഗാന്ധിയായി. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഫീച്ചേഴ്സിൻ്റെ അങ്ങറ്റാണ്. അതുകൊണ്ടാണ് അത്ര സിമ്പിളാവുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഏറ്റവും കുറവുള്ള സ്ത്രീകൾക്കും ഏറ്റവും കുറവുള്ള കൊച്ചു കുട്ടികൾക്കാണ്. ഈ ഇൻഫൻറ്റ് ബേബീസിനൊക്കെ ഇല്ലയെന്ന് തന്നെ പറയാം. അതായത് ഈ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു 3 പേര് അടുപ്പിച്ച് വെച്ചാൽ അല്ലാതെ ഒരേപോലെ ഇരിക്കും. പക്ഷേ എവിടെയെങ്കിലും ഒരു ഫീച്ചർ നമുക്ക് കിട്ടും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് വരയ്ക്കുക. അത് ചിലപ്പോൾ കണ്ണിലോ മൂക്കിലോ വായിലോ എവിടെയെങ്കിലും ആയിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ കാര്യം. അത് ഈ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാജറേറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞില്ലോ, ഈ സൗന്ദര്യം ഈ ഏരിയ മാത്രമല്ല, ഹെയറിലും ഒക്കെ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾക്കത് തോന്നിക്കും, അവരാണെന്ന് തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപൂർവം ചില കേസുകളിൽ നമ്മൾക്ക് കൈവിട്ട് പോകാറുണ്ട്. എൻ്റെ പേര് ഗിരിജ. എനിക്ക് കഴിഞ്ഞ ദിവസം സജീവ് മാഷ് ഒരു കാരിക്കേച്ചർ ചെയ്തു തന്നു. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായി. എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ, ഈ ആൾക്കാർക്ക് കിട്ടുന്ന ആൾക്കാരുടെ ചിരിയാണ് ഏറ്റവും വലിയ അവാർഡ് ദാനെന്ന്. പിന്നെ വേറൊരു കാര്യം അതിനോട് അടുപ്പിച്ച് ഞാൻ ഓർത്തത്, ലോറി ബേക്കർ നല്ല മനോഹരമായ വീടുകൾ പണിയുമായിരുന്നു. അപ്പോൾ ബേക്കർജി വീട് പണിതിട്ട് മാറി നിന്ന് അവനോൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ വരച്ച കാരിക്കേച്ചേഴ്സ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇത് വളരെ നന്നായിരിക്കുന്നു എന്ന ആ ഫീലിംഗ് എന്താണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എനിക്കിഷ്ടപ്പെടുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ കിട്ടിയാലും മതി, ഞാനത് വരയ്ക്കും. വരച്ച് ചിലപ്പോൾ സേവ് പോലും ചെയ്യില്ല. അത് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ചിലത് ഞാൻ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കീപ്പ് ചെയ്ത ആർട്ട് വർക്ക്, ഇപ്പം ഞാൻ ഇന്ന് വരച്ച ഒരു കാരിക്കേച്ചർ, ഒരു സെലിബ്രിറ്റിയോ ആരോ ആയിക്കോട്ടെ, അത് വരയ്ക്കുമ്പോൾ അതിനൊരു എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ പെർഫെക്ഷൻ 100% ആയി എന്നൊരു തോന്നൽ. എന്നാൽ പോലും ഒരു 99% ആയി എന്ന് എനിക്കൊരു തോന്നൽ വരുന്ന കാരിക്കേച്ചർ അത് വരച്ച്, അത് ഈ മോണിറ്ററിലാണെങ്കിൽ മോണിറ്ററിൽ വരച്ചിട്ട് അത് വലിപ്പത്തിൽ വെച്ച് മാറിയിരുന്ന് ആസ്വദിക്കാറുണ്ട്. ആസ്വദിച്ച് അതിൻ്റെ ഒരു കോപ്പി ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ അയക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് മാറി
വീട്ടിൽ പോയി കഴിയുമ്പോൾ വീണ്ടും അത് എടുത്ത് നോക്കും, ഉറങ്ങണേ മുമ്പ് നോക്കും, രാവിലെ എഴുന്നിട്ട് വീണ്ടും നോക്കും അത്. അതായത് ആ സമയത്ത് മറ്റൊരു കാരിക്കേച്ചർ വരച്ച മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് വർക്ക് എങ്ങനെ ആസ്വദിക്കുന്നു അങ്ങനെ ആസ്വദിച്ച് ഇരിക്കാറുണ്ട്. അതായത് അതൊരു രസമുള്ള കാര്യമാണ്. ഇപ്പം മാം പറഞ്ഞത് മിക്ക ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആസ്വദിക്കും. ഇന്നിപ്പോൾ വരച്ച വർക്കുകളുണ്ടല്ലോ, ഇത് ഞാൻ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എല്ലായിടത്തും വെറുതെ നോക്കും. വെറുതെ നോക്കിയിട്ട് ഞാൻ തന്നെ ആസ്വദിക്കും. എന്നിട്ട് ഞാൻ തന്നെ കൊള്ളാലോ എന്നും പറയുകയും ചെയ്യും. നല്ല രസമുണ്ട്, വേറെ ആൾ വരച്ച പോലെ തന്നെ ആലോചിക്കുള്ളൂ. കാരണം അങ്ങനെ നോക്കിയാലേ എനിക്ക് അതിനകത്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കുറ്റങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതെനിക്കൊന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അത് ആസ്വാദനത്തിൻ്റെ ഭാഗമാണത്. കുറ്റങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക. പിന്നെ ആസ്വദിക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വർക്കായിട്ട് ആസ്വദിക്കാറില്ല, അത് വേറെ ആരോ ചെയ്ത വർക്കായിട്ട് തോന്നും. അല്ല, എൻ്റെ വർക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം കൊണ്ട് എല്ലാം കൊള്ളാമെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, വേറെ ആളുടെ വർക്കാണ് കൊള്ളാം എന്ന് തന്നെ മനസ്സിലാക്കി ആസ്വദിക്കാറുണ്ട്. അതെനിക്കാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമെന്ന് തോന്നുന്നു, അല്ലേ സജീവേട്ടൻ? ഇതിനോട് ചേർത്ത് വെക്കുന്നൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, അത് സാധാരണയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അഹങ്കാരിയാണെന്ന് പറയുകയും ചെയ്യും. മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു രസമുള്ള സംഗതിയുണ്ട്. നമ്മൾ തന്നെയാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയത് തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ. അങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയാൻ, നമ്മളിങ്ങനെയാണ് അങ്ങനെയാണ്, അതാണല്ലോ. അപ്പോൾ അതൊരു തെറ്റല്ല. പക്ഷേ ഇവിടെ വേറൊരു തരത്തിൽ വരുന്ന സമയത്ത് വേറൊരു രീതിയിലാണ് കാണുന്നത്. ഞാൻ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അലസമായിട്ടുള്ള ശൈലി ഇതിൻ്റെ അടിയുറച്ച് പോയതുകൊണ്ട് അങ്ങനെ അതിനകത്ത് പെർഫെക്ഷൻ കുറവായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ഭുതപ്പെടാൻ മാത്രമൊന്നും ഇത് ഉണ്ടാവാറില്ല. പിന്നെ ചെറവറ വരച്ചു പോവുമല്ലേ ഇങ്ങനെ ദിവസം വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊരു ആവശ്യമില്ല. അപൂർവമായിട്ട് ചില കളർ ഇതൊക്കെ വരുമ്പോൾ ചില എടുക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്, അങ്ങനെയുള്ളൂ. പക്ഷേ മാക്സിമം ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പദ്ധതി. കാരിക്കേച്ചറിങ് എന്ന കല തന്നെ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുക. കാരിക്കേച്ചറിസ്റ്റ് തന്നെ നോക്കിക്കോളൂ, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് നിലയ്ക്ക് കാരിക്കേച്ചറിസ്റ്റുകൾ വളരെ കുറവാണ് കേരളത്തിൽ, വളരെ വളരെ കുറവാണ്. ഒരുപക്ഷെ ഏറ്റവും കുറവുള്ള ആർട്ടിസ്റ്റുകൾ ഈ കാരിക്കേച്ചറിങ് ഫീൽഡിലായിരിക്കും കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തെവിടെയും. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, അവനവനെ തന്നെ നോക്കി ചിരിക്കാനായിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കുക, പ്രത്യേകിച്ചും കുട്ടികളെ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം ചിരിക്കപ്പെടാൻ യോഗ്യതയുള്ള ആൾക്കാരാണ്. വി ആർ ഓൾ ലാഫബിൾ മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ലാഫ് അറ്റ് അവർ സെൽസ്. അത് നമ്മൾ പഠിക്കണം. അത് ഭയങ്കര ഒരു കലയാണ്, വരയ്ക്കുന്നതിനേക്കാൾ വലിയ കലയാണ് അവനവനെ നോക്കി ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ പ്രാപ്തമാക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു തടിയനും ഒരു നൂലെന്ന് പറയാൻ പറ്റില്ലെങ്കിലും രതീഷും ബാക്കിയുള്ളവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒറീസയിലെ കൊണാർക്കിൽ പോയപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് പോയത്. അപ്പോൾ ഒരു ഇല്ലസ്ട്രേറ്റർ വന്ന് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. അത് കാരണം ഇങ്ങനെ ഈ കൊണാർക്ക് സൺ ടെമ്പിളിന് ചുറ്റും ഇരുന്നിട്ട് അവിടെ വരുന്ന ആൾക്കാരുടെ കാരിക്കേച്ചർ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഒരു കാരിക്കേച്ചർ വരച്ചു തന്നു അമ്മയുടെ. അത് ഞാനിപ്പോൾ അമ്മ മരിച്ചു, ഞാനത് വളരെ പ്രഷ്യസായിട്ട് ഹോൾഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാ കാരിക്കേച്ചേഴ്സും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ ആർട്ടിസ്റ്റും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടി അതൊരു മാർഗ്ഗമല്ലേ, ഈ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് വിസിബിളായിട്ട് ആൾക്കാരിലെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാനും, പിന്നെ പൈസ ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പൈസ ചോദിച്ച് വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സോ അത് കേരളത്തിൽ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു. മാം ചോദിച്ചത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പ്രൊഫഷണലി ലൈവ് കാരിക്കേച്ചറിസ്റ്റ് എന്നും കൂടി ഒരു ഉണ്ട് എനിക്കിത്. അത് ഞാൻ ചെയ്യാറുണ്ട്. പല ഈവൻറ്റുകാരും എന്നെ വിളിക്കുന്നുണ്ട്. ഇതും അങ്ങനത്തെ ഒരു ഇവൻ്റാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുപോലെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ എന്തെങ്കിലും ബിസിനസ് മീറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഈവൻറ്റുകളിലൊക്കെ പോവുക, വരയ്ക്കുക, പ്രൊഫഷണലി പൈസ വാങ്ങി തന്നെ വരയ്ക്കുക. അതായത് കസ്റ്റമർക്ക് ഡയറക്റ്റ് മേടിച്ചിട്ടല്ല, ഈവൻറ്റ് നടത്തുന്ന കോർഡിനേറ്റേഴ്സ് നമ്മളെ ഒരു ഇത്ര മണിക്കൂറത്തേക്ക് വിളിക്കും. ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 10 വർഷത്തിന് മേലെ ആയി ഇങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്ന് കേരളത്തിൽ കുറേ ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങളെ കൂടാതെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. അല്ല, അത് മാത്രമല്ല, നമ്മുടെ മാളുകളിലൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് ഇരുന്ന് കാരിക്കേച്ചർ വരയ്ക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലുലുവിലും ഒക്കെ കാണാറുണ്ട്. ഇത് വേറെ ഒന്നുകൂടി ഉണ്ട്. എൻ്റെ അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ അവർ ഹൈ പ്രൈസ് കമാൻഡ് ചെയ്യുന്നത് സ്പോൺസർഷിപ്പിൽ കൂടെയും അല്ലാണ്ട് പിന്നെ ബ്രാൻഡിങ്ങിൽ കൂടെയും ഈ ഹൈപ്പിൽ കൂടെയാണ്. ഈ സാധനമൊന്നും ഇല്ലെങ്കിൽ, ഈ
ഈ സ്പോൺസർഷിപ്പും ബ്രാൻഡിങ്ങും ഹൈപ്പൊന്നും ഇല്ലെങ്കിൽ യേശുദാസ് വഴിയിലിരുന്ന് പാടുമെന്ന് ചോദിക്കും. നമ്മൾ പോണ വഴിക്ക് യേശുദാസ് പാടുകയാണ്, എത്ര പേര് പൈസ കൊടുക്കും? ഇത്രയേ ഉള്ളൂ. ഇതാണ് കഥ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് കമാൻഡ് ചെയ്യാം പ്രൈസ്. ഒന്നുമില്ല, ജനങ്ങളുടെ നോഷനാണ് ഇത് ഈ ആർട്ട് ഇത്രയേ ഉള്ളൂ, ഇത് കൊടുക്കാൻ പാടില്ല, ഇത് ഇത്ര ഭീകരമാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഭയങ്കര ലോഫബിളായിട്ടുള്ള സംഗതിയാണ്. ഒന്ന് ഓർത്താൽ എല്ലാം ചിരിച്ച് മറിയാം നമുക്ക് ഈ വിഡ്ഢിത്ത കാലം കണ്ടു കഴിഞ്ഞാൽ. ആരോടാണെന്നും കൂടി ഒന്ന് ചോദിക്കണേ, അതിനുള്ള സമയമേ ഉള്ളൂ. അതാണ് ഞാൻ 3 പേരെടുത്ത് തന്നെയാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കാരിക്കേച്ചറുകളിൽ ഫീച്ചറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാനമായ ആ ഫീച്ചേഴ്സ്. രണ്ടാമത്തെ ചോദ്യം, നമ്മളുടെ വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കൽ സറ്റയർ കൊണ്ടുവരുന്നുണ്ട് കാർട്ടൂണുകളിലൂടെ. അത് ഏറ്റവും കൂടുതൽ ആളുകളെ ചിന്തിപ്പിക്കാൻ ഉതകുന്നതുമാണ്. എങ്ങനെ നമ്മൾ ആ ഒരു കറണ്ട് പൊളിറ്റിക്സിനെ ഈ ഒരു കാർട്ടൂണിലൂടെ നമ്മൾ സന്നിവേശിപ്പിക്കാൻ കഴിയുന്നു എന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അതായത് കറണ്ട് പൊളിറ്റിക്സിലുണ്ടാകുന്ന ഇഷ്യൂസിനെ നമ്മളതൊരു സറ്ററിക്കൽ മോഡലിലൂടെ കാർട്ടൂണിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ആളുകളെ എങ്ങനെ കാർട്ടൂണിന്റെ വിഷയമല്ലേ? അത് കാർട്ടൂണിന്റെ കാരിക്കേച്ചറും അതിനകത്ത് വരുന്നുണ്ടല്ലോ. അതായത് കാകദൃഷ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പൊളിറ്റിക്കൽ കാർട്ടൂൺ ഉണ്ണിച്ചേട്ടനാണ് കൂടുതൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ ഉത്തരം. അല്ല, അതിപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഈ വെന്യൂവിൽ കാരിക്കേച്ചറിസ്റ്റുകളാണ് ഇവിടെയുള്ളത്. അവരാണ് ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നത്. അവരെ തേടിയാണ് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ തിരക്കുള്ളൊരു സ്ഥലമായിട്ട് നിൽക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു കാർട്ടൂണിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളും വരയ്ക്കുന്നു എന്ന് ഭാവിച്ചിരിക്കാറില്ല. കാരണം നമ്മൾ വരച്ചാൽ ശരിയാവാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് പേടിയാണ്, സ്ത്രീകളെ വരയ്ക്കാൻ പേടിയാണ്, ശരിയാവാൻ സാധ്യതയില്ല. പക്ഷേ ഫീച്ചേഴ്സുള്ള ആളുകളെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, ചിലതൊക്കെ പക്കായാവും. അതായത് ചില ഫീച്ചേഴ്സുള്ള ആളുകളെ കാണുമ്പം അയാളെ എനിക്ക് വരയ്ക്കണം എന്ന് തോന്നിക്കുന്ന ചില ആളുകൾ. അപ്പോൾ അവരെയൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് സജീവനൊക്കെ ചോദിക്കാറുണ്ട്, വരയ്ക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്, ഫീച്ചേഴ്സുള്ള ആളിനെ കണ്ടു പെട്ടെന്ന്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പം പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ സതീശനെയോ ഒന്നും വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മുടെ പണി അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇവർ കാരിക്കേച്ചർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ ഞാൻ പിണറായി വിജയനെ വരയ്ക്കും. കാണാതെ തന്നെ, ശരിക്കൂ എന്നൊന്നും പറയാതെ തന്നെ ഞാൻ പിണറായി വിജയനെ വരയ്ക്കും. അങ്ങനെ ഇവിടെ 2 പ്രാവശ്യം വരച്ചത്. അപ്പോൾ അത് നിത്യാഭ്യാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല നമ്മുടെ മനസ്സിലുണ്ട് അത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷം നമ്മൾ കണ്ട് വരച്ച് പിന്നെ ഒരിക്കലും കാണാതെ മറഞ്ഞു പോകുന്ന ആളുകളുമല്ല. നമ്മുടെ മനസ്സിൽ തന്നെ ഈ സംഗതിയുണ്ട്. നമ്മൾ ഓരോ കാർട്ടൂൺ ആലോചിക്കുമ്പോഴും പിണറായി വിജയനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും അതല്ലെങ്കിൽ സതീശനും ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കയറി വരുന്നുണ്ട്. പല രംഗങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിൽ ഫൈനലായിട്ട് ട്യൂൺ ചെയ്ത് വരുന്ന ഒരു രംഗമാണ് നമ്മൾ വരയ്ക്കുന്നത്. അതാണ് എൻ്റെ സംഗതി. നമസ്കാരം, എൻ്റെ പേര് ഹിരൺമയി. ഞാൻ ഒരു ബാങ്ക് ജീവനക്കാരിയാണ്. പക്ഷേ അതിനിടയിൽ ഞാനൊരു ആർട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഒരു എംബ്രോയിഡറി വർക്കാണ്, ഫേസ് എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വേഗവരയുടെ രസതന്ത്രങ്ങളാണ്. പക്ഷെ അത് വളരെയധികം ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഈ 6-7 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഒരാളുടെ ഫേസ് എംബ്രോയിഡറി ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാനതിന് വിലയിട്ടിട്ടുണ്ട്. കാരണം ഞാനത് വെറുതെ കൊടുത്തിരുന്നപ്പോൾ എനിക്കതിനൊട്ടും വില തന്നിരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനതൊരു പ്രൈസിനാണ് പലർക്കും ചെയ്തു കൊടുക്കാറ്. പക്ഷെ അത് പ്രൈസ് പറയുമ്പോൾ അവരുടെ മുഖം ചുളിയും. നമ്മൾ ചെയ്യുന്നൊരു എഫേർട്ടൊന്നും സാർ പറഞ്ഞ പോലെ ചിരിയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫലമെങ്കിലും നമ്മൾ ഒരു വിലയില്ലാതെ കൊടുക്കുമ്പോൾ അവരുടെ മുഖം ചുളിയുന്ന കാണുമ്പോൾ ഒരു വിഷമം വരും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയാൻ എന്താ ഉള്ളതെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ ലൈവ് കാരിക്കേച്ചറിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് കിട്ടുന്ന ആർട്ട് വർക്ക് അവർക്ക് അവരെ തന്നെ വരയ്ക്കുന്നതുകൊണ്ട്, അതും വളരെ ക്വിക്കായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മൾക്കൊരു സ്റ്റുഡിയോയിൽ തന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരൂ എന്ന് പറയുന്നതിനേക്കാളും വളരെ ക്വിക്കാവുന്നതുകൊണ്ടുള്ളൊരു, പിന്നെ കാർട്ടൂൺ കൂടിയാണ്. ഈ 2 ഘടകങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് പൊതുവേ ഇതിനൊരു നോ പറയലോ അങ്ങനെ ഒന്നും എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഓരോ കാരിക്കേച്ചറും ഫ്രീ ആണെങ്കിൽ പോലും ഞങ്ങൾക്കതിന് പേയ്മെൻ്റ് ഉണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നത്. പിന്നെ ഈ ചിരി എനിക്ക് സന്തോഷമാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കാശും വേറെ സൈഡിൽ കൂടി വന്നിട്ടുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ ആർട്ട് വർക്കിനും നല്ല ക്വാളിറ്റിയും
അതിന് ആസ്വാദകരുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പേയ്മെൻറ്റ് കിട്ടിയിരിക്കും. ഇതിനോട് കണക്ട് ചെയ്തൊരു കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് ഏറ്റവും വലിയ അവാർഡ്. പക്ഷേ ആ ചിരിക്ക് ഒപ്പം തന്നെ വീട്ടിൽ അരി മേടിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അരി മേടിച്ചാലേ നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ചിരി ശരിക്കും പറഞ്ഞാൽ രതീഷിന് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. രതീഷ് വരയ്ക്കുന്നത് കടവന്തറയിലിരുന്നാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ നിന്ന് ഒരുപാട് ഓർഡറുകൾ രതീഷിനെ തേടിയും അനൂപിനെ തേടിയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. യൂറോപ്പിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനനുസരിച്ച് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമീപകാലത്ത് നമുക്കറിയാമല്ലോ, ഒരു സാഹിത്യോത്സവത്തിൽ ചുള്ളിക്കാടിനെപ്പോലെ ഒരു കവി പോയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു പരിഭവം, അതിൻ്റെ വിവാദവും മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞാണ്. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. അത് മാറേണ്ടത് സമൂഹം മൊത്തം മാറിയാൽ, അല്ലെങ്കിൽ ഭരണകൂടം തന്നെ മാറണം, അതിൻ്റെ മനോനില മാറ്റണം. അത് കുറച്ചുകൂടി ആദരിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് കലാകാരൻ അല്ലെങ്കിൽ കവി അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നുള്ള നിലയിലേക്ക് എത്തണം. ആഘോഷിക്കപ്പെടുന്ന ഈ പറഞ്ഞ വെള്ളിത്തിരയിലെ താരങ്ങൾക്കൊപ്പം തന്നെ ചിലപ്പോൾ അതിനേക്കാളേറെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ആളുകളാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ വളർന്നാൽ മാത്രമേ അത്തരം ഒരവസ്ഥ ഇവിടെ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഈ പോലെയുള്ള ഫെസ്റ്റിവലുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ പേര് ഷീനു. എൻ്റെ ചോദ്യം സജീവ് സാറിനോടാണ്. ഞാൻ സാറിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രത്ത്. അതെ, ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദ്യം, നമ്മൾ ഇൻകം ടാക്സിൽ ആരും ആഗ്രഹിച്ച് അങ്ങനെ ഇൻകം ടാക്സ് ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹിച്ച് എത്തുന്നതല്ല, നമ്മളൊരു ട്രാക്കിൽ അങ്ങ് വന്നു പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു കരിയറും സാറിന് ഓഫീസിലും അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് സാർ ഡിപ്പാർട്ട്മെൻറ്റിലും. അങ്ങനെ ഒരു കരിയറും ഈ ഒരു പാഷനും എങ്ങനെയാണ് ഇത്രയും വർഷവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത്? അല്ല, ഇത് എൻ്റെ വരയുടെ ശൈലി തന്നെ വളരെ പെട്ടെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബഹളത്തിൽ വരയ്ക്കുകയാണ്. 1 മിനിറ്റ് 2 മിനിറ്റൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ദിവസം 10 വരെ വരച്ചപ്പോൾ എനിക്ക് എൻ്റെ റിസർച്ച് ടൈമിൽ, എൻ്റെ ലഞ്ച് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് വർക്ക് ഡിസ്റ്റർബ്ഡ് അല്ലാണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എനിക്ക് റെക്കഗ്നിഷൻ ഉണ്ട്. ഇത് എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഓഫീസിനെ ബാധിക്കാത്ത രീതിയിലാണ് എൻ്റെ എപ്പോഴും വര. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വരയുടെ ലാഘവത്വം കൊണ്ട് വരയുടെ ശൈലി വളരെ ചടപടാന്ന് തീരുമല്ലോ. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും.